प्यारे बच्चों साले ऑनलाइन हिंदी क्लास में सबका स्वागत करता हूँ. ബച്ചോ ठीक है ना? എല്ലാവരും സെറ്റ് അല്ലേ? യെസ്, വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആണ് ബച്പൻ അല്ലെ. ബച്പൻ എന്നുള്ള മനോഹരമായിട്ടുള്ള ഒരു ചാപ്റ്റർ അല്ലെ. ബച്പൻ എന്ന് പറഞ്ഞാൽ ചൈൽഡ്ഹുഡ് അല്ലെ. സെറ്റ് അല്ലേ മക്കളെ? യെസ്, അതിലൊരു ചോദ്യം നമുക്ക് നോക്കാം. എന്താണ് ചോദ്യം? लेखिका ने इस संस्मरण में सर्वर के माध्यम से अपनी बात बताने की कोशिश की है, लेकिन सर्वर का कोई परिचय नहीं दिया है. अनुमान लगाओ कि सर्वर कौन हो सकता है. എന്താണ് ലേഖിക ഈ സംസ്മരൺ അല്ലെ, ഈ സംസ്മരൺ, ഈ ഓർമ്മക്കുറിപ്പിൽ സർവറിന്റെ എന്താണ് മാധ്യമം വഴി, സർവർ എന്ന മാധ്യമം വഴി കാര്യങ്ങളൊന്നും എന്ത് ചെയ്യില്ല പറയാൻ വേണ്ടിയിട്ട്, ബാത് ബത്താനെ എന്ന് പറഞ്ഞാൽ കാര്യം പറയുക, കാര്യം പറയാൻ എന്ത് ചെയ്യുന്നില്ല, കോശിഷ് കി ഹേൽ എന്താണ് പരിശ്രമിക്കുന്നു. എന്നാലോ ലേക്കിൻ സർവറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയാൻ ലേഖിക ഇതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, പരിശ്രമിക്കുന്നുണ്ട്. ലേക്കിൻ എങ്കിൽ സർവർ കാ കോയി പരിചയ നഹി ദിയാ ഹേ, എന്നാൽ സർവർ ആരാണെന്നോ എന്താണെന്നോ ഒന്നും എന്ത് ചെയ്യുന്നില്ല, വ്യക്തമാക്കുന്നില്ല. പരിചയ നഹി ദിയാ ഹേ എന്നാൽ അനുമാൻ ലഗാവോ അല്ലെ, എന്താണ് ഊഹിച്ചു നോക്കൂ. നിങ്ങൾ എന്ത് ചെയ്യാ മക്കളെ, ഊഹിച്ചു നോക്കുക. സർവർ കോൻ ഹോ സക്താ ഹേ അല്ലെ, എന്താണ് സർവർ ആരായിരിക്കും അല്ലെ, സർവർ ആരായിരിക്കും എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അപ്പൊ എങ്ങനെ നമുക്ക് കണ്ടെത്താം, എന്താണ് അതിന്റെ മറുപടി എന്ന് നമുക്ക് നോക്കാം അല്ലെ. എന്ത് നമുക്ക് പറയാം, ലേഖികാനെ ഈ സംസ്മരൺ മേ സർവർ കെ മാധ്യം സെ അപ്നി ബാത് ബതാനെ കി കോശിഷ് കി ഹേ. മേരെ അനുമാൻ, എന്റെ ഊഹത്തിൽ അല്ലെ, എന്റെ ഊഹത്തിൽ ആരാണ്, സർവർ ഉൻകാ കോയി ദോസ്ത്, സർവർ ആരായിരിക്കണം, ഒരു ഫ്രണ്ട് അല്ലെ, ഒരു കൂട്ടുകാരനായിരിക്കണം അല്ലെ, ഒരു സുഹൃത്തോ അല്ലെ കൂട്ടുകാരനോ എന്നൊക്കെ നമ്മൾ പറയും, കൂട്ടുകാരനോ അല്ലെങ്കിൽ സഹകർമ്മചാരി അല്ലെ, സഹകർമ്മചാരി പറഞ്ഞ സഹപ്രവർത്തക സക്താ ഹേ അല്ലെ, ജിസ്കാ കോയി പരിചയ നഹി ദിയാ ഗയാ അല്ലെ, ഒരു സുഹൃത്തോ അല്ലെങ്കിൽ ആരാണ് ഒരു സഹപ്രവർത്തകയോ ആവാൻ സാധ്യതയുണ്ട്. എന്നാൽ ജിസ്കാ കോയി പരിചയ നഹി ദിയാ ഹേ, എന്തായാലും അതിനെ എന്ത് ചെയ്യുന്നില്ല, ഇവിടെ എന്ത് ചെയ്യുന്നില്ല, പരിചയ നഹി ദിയാ ഗയാ ഹേ, അതിനെ ഇവിടെ എന്ത് ചെയ്യുന്നില്ല, പരിചയപ്പെടുത്തുന്നില്ല. അപ്പൊ ആരാണ് സർവർ അല്ലെ, ഇവിടെ ഒന്നെങ്കിൽ കൂട്ടുകാരനോ അല്ലെങ്കിൽ ആരാണെന്നാ പറഞ്ഞിട്ടുള്ളത്, യെസ് സഹപ്രവർത്തക അല്ലെ, ഇതിലേതോ ഒന്നാണ് എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, അനുമാനിക്കാം അല്ലെ. പക്ഷെ എന്താണ് ഇവിടെ എന്ത് ചെയ്യുന്നില്ല, അത് പരിചയപ്പെടുത്തുന്നില്ല. ഇത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ചോദ്യത്തിന് ഉത്തരം ബച്പൻ എന്ന ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. നമുക്ക് എന്ത് ചെയ്യാം, ഇത്തരത്തിൽ പറയാം. ഇനി എന്താണ് അടുത്ത ചോദ്യം എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം. ലേഖിക के बचपन में हवाई जहाज की आवाजें, घुड़सवारी और ग्रामोफोन और शोरूम में शिमला खाल का ट्रेन का मॉडल ही യെസ് ആശ്ചര്യജനക് ആധുനിക് ചീസേം തി അല്ലെ. എന്താണ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, യെസ് ലേഖികയുടെ ബച്പൻ കുട്ടിക്കാലത്തെ അല്ലെ, യെസ് ചൈൽഡ്ഹുഡ് കുട്ടിക്കാലത്ത് എന്താണ് ഹവായി ജഹാസ് കി ആവാസ്, ഹവായി ജഹാസ് എന്താ, യെസ് ദേഖിയേ, യെസ് എയറോപ്ലെയിൻ അല്ലെ, എയറോപ്ലെയിന്റെ ആവാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ട് ആണ് അല്ലെ, സൗണ്ട്. ആവാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ട് അല്ലെ, സൗണ്ട്. ഹവായി ജഹാസ് അല്ലെ, യെസ് വിമാനത്തിന്റെ സൗണ്ട്. അതേപോലെ കുതിരസവാരി അല്ലെ, കുതിരസവാരി. അതേപോലെ ഗ്രാമഫോൺ, നോക്കൂ ഗ്രാമഫോൺ അല്ലെ, ആധുനിക കാലത്ത് അല്ലെ, ഗ്രാമഫോൺ ഒന്നും കൂടുതൽ പേർക്കൊന്നും അറിയില്ല. നിങ്ങൾ കണ്ടപ്പോ, ചിത്രം കണ്ടപ്പോ നിങ്ങൾക്ക് ചിലപ്പോ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടാവാം. പിന്നെന്ത് പറയുന്നുണ്ട്, അതേപോലെ പിന്നെ യെസ് പഴയകാല ട്രെയിൻ മോഡൽ അല്ലെ, പഴയകാല ട്രെയിൻ മോഡൽ. അതേപോലെ പിന്നെ എന്ത് പറയുന്നു, ഇതൊക്കെ കാണുമ്പോ ആശ്ചര്യജനക്, നിങ്ങൾക്ക് എന്ത് തോന്നുന്നുണ്ട്, ഇതൊക്കെ കാണുമ്പോ നിങ്ങൾ അത്ഭുതത്തോടു കൂടി, ഇന്ന് ആധുനിക സാധനങ്ങളാണ്, അത്ഭുതത്തോട് കൂടി കാണുന്ന ആധുനിക സാധനങ്ങളാണ്. ഇനി നമുക്ക് നോക്കാം, ആജ് ക്യാ ക്യാ ആശ്ചര്യജനക് യെസ് ആധുനിക് ചീസോം തുമേം ആകർഷിത് കർത്തി ഹെ. എന്താണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്, എന്താ ഇന്ന് അല്ലെ, ഇന്ന് നിങ്ങളെ ആകർഷിക്കുന്നില്ലേ ഇത്തരം കാര്യങ്ങളൊക്കെ. അപ്പൊ ഇന്ന് നിങ്ങളെ ആകർഷിക്കുന്ന ഇത്തരം കാര്യങ്ങള് ഉൻകെ നാം ലിഖേ, ഇത്തരത്തിലുള്ള വസ്തുക്കളുടെ പേര് ഇത് ഇന്ന് നിങ്ങളെ ആകർഷിക്കുന്ന. ഇപ്പൊ ഉദാഹരണം പറഞ്ഞ എയറോപ്ലെയിൻ, അതേപോലെ കുതിരസവാരി അല്ലെ, ഗ്രാമഫോൺ, ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കൊരു ഒരു ആകർഷണീയത അല്ലെ, കണ്ടോ, ഒരു അത്ഭുതമൊക്കെ നിങ്ങൾക്ക് തോന്നാറില്ലേ. യെസ് ഇതേപോലെയുള്ള ഒരു അത്ഭുതത്തോടു കൂടി നിങ്ങൾ ഇത്തരം സാധനങ്ങളൊക്കെ എന്ത് ചെയ്യും, നോക്കി കാണും അല്ലെ. യെസ് നമ്മുടെ ഒരു കുട്ടിക്കാലത്തൊക്കെ ഇത്തരത്തിലുണ്ടായിരുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള നിങ്ങളെ അത്ഭുതത്തോടു കൂടി അല്ലെങ്കിൽ നിങ്ങളെ ആകർഷിക്കുന്ന ഇത്തരം വസ്തുക്കളുടെ പേര് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇന്നത്തെ തലമുറയായി നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. എന്താണ് വർത്തമാൻ മേ മുജേ അല്ലെ, അതായത് വർത്തമാനകാലം ഇക്കാലത്തെ മുജേ അല്ലെ, എനിക്ക് എന്താണ് ഡിജിറ്റൽ ഘടി അല്ലെ. നോക്കൂ ഡിജിറ്റൽ ഘടി എന്താ, യെസ്
വാച്ച് അല്ലെ, വാച്ച്. അതേപോലെ പിന്നെ നമുക്ക് പറയാം യെസ് മെട്രോ ട്രെയിൻ. നോക്കൂ, മെട്രോ ട്രെയിൻ കണ്ടോ, മെട്രോ ട്രെയിൻ. അതേപോലെ പിന്നെന്താണ് മിസൈൽ. നോക്കൂ, ചിത്രം നോക്കൂ, എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. മിസൈൽ അല്ലെ. അതേപോലെ ബുള്ളറ്റ് ട്രെയിൻ അല്ലെ, ബുള്ളറ്റ് ട്രെയിൻ നിങ്ങൾ കാണുന്നുണ്ടാകും. അതേപോലെ മൊബൈൽ ഫോൺ അല്ലെ, മൊബൈൽ ഫോൺ ഇന്ന് ഒഴിച്ചുകൂടാനാവാത്ത അവിഭാജ്യ ഘടകമാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മൊബൈൽ ഫോൺ അല്ലെ. ഇത്തരത്തിലുള്ളതൊക്കെ ആകർഷിത് കർത്തി ഹേ അല്ലെ, ആകർഷിത് കർത്തി. ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, യെസ് ആകർഷകമാക്കുന്നുണ്ട്. നമ്മൾ ആകർഷിക്കുന്ന വസ്തുക്കളാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്തത്, ഈ ഉത്തരത്തിലൂടെ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. എളുപ്പല്ലേ? അപ്പൊ ഇത്തരത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഉത്തരം കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കും. ക്ലിയർ ആണോ? യെസ്, റെഡി ആണോ മക്കളെ? യെസ്. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അഗ്ല വീഡിയോ में फिर मिलेगा. सबका बहुत बहुत शुक्रिया. बाय.